Hi. നമ്മുടെ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുമ്പം നമുക്കവിടെ രണ്ട് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ യൂഷ്വൽ കോർ ബാങ്കിങ് ഏരിയ എക്സാംസും അതുപോലെ തന്നെ ഇൻഷുറൻസ് വലുതായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത, ഈവൻ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ പോലും ആദ്യമേ കുറച്ച് നാളത്തേക്കെങ്കിലും ശ്രദ്ധിക്കാത്ത, പിന്നെ പതുക്കെ ശ്രദ്ധിച്ച് തുടങ്ങുന്ന ഒരു ഏരിയയാണ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരും ഇവൻ ഇതിനെക്കുറിച്ചുള്ള നോളജ് ഉള്ളവർ, എക്സാംസ് എഴുതുന്നവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതായിരിക്കും ബെറ്റർ, ബാങ്ക് ആയിരിക്കുമോ അതോ നമ്മുടെ ഈ പറഞ്ഞ ഇൻഷുറൻസ് ആയിരിക്കുമോ, ഏതായിരിക്കും ബെറ്റർ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. നമ്മുടെ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ബെസ്റ്റ് എക്സാമാണ് SBI എന്ന് പറയുന്നത്, ഏറ്റവും നല്ല പോസ്റ്റാണ് SBI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ SBIനെ നമ്മുടെ ഇൻഷുറൻസ് എക്സാംസുമായിട്ട് ഇൻ എ ജനറൽ ഏതായിരിക്കും ബെറ്റർ, എന്താണ് നമുക്കവിടെ വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളതാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ജനറലായിട്ട്. പിന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇനി വരാതിരിക്കുന്ന ഒരു എക്സാം SBIയുടെ എക്സാമാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് അടുത്ത വർഷം ഇൻഷുറൻസ് എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം നമുക്ക് ഓൾറെഡി ഇൻഷുറൻസിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു NICകളുടെ. അപ്പോൾ ഇതുപോലെ വേറെയും ഇൻഷുറൻസ് കമ്പനീസൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വർഷം നമുക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സ് കൂടുതലായിരിക്കും, വേക്കൻസീസും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ബിക്കോസ് നമ്മുടെ ഇന്ത്യ ഒരു 100% ഇൻഷുറൻസ് കവറേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്, 100% ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവറേജ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ രണ്ട് എക്സാംസ് തമ്മിൽ, നമ്മുടെ SBI ആൻഡ് ഇൻ ജനറൽ നമ്മുടെ ബാങ്ക് എക്സാംസും അതുപോലെ ഇൻഷുറൻസ് എക്സാംസും തമ്മിൽ വരുന്നൊരു ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻ ജനറൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ SBI എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന SBIയുടെ ഒരു POH ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ PO എക്സാം അല്ലെങ്കിൽ SBIയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്ന മെയിൻ റോൾ എന്ന് പറയുന്നത്, നമുക്ക് SBI എന്ന് പറയുമ്പോൾ തന്നെ ക്ലർക്കും POയ്ക്കാണ് വിളിക്കുന്നത്, ഓഫീസറും ക്ലർക്കൽ പോസ്റ്റിനും. ഇനി നമുക്ക് അടുത്ത റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് റോൾസ് വരുന്നുണ്ടല്ലേ. നമുക്ക് ഈ പറഞ്ഞ സൂപ്പർവൈസിങ് ബാങ്ക് ഓപ്പറേഷൻസ്, മാനേജിങ് ബ്രാഞ്ചസ്, ഹാൻഡ്ലിങ് കസ്റ്റമേഴ്സ്, സർവീസസ്, ഡീലിംഗ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. അപ്പം PO കൂടിയാണെങ്കിൽ കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആയിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആൾക്ക് എന്ത് ചെയ്യേണ്ടിയും വരും, പബ്ലിക്കായിട്ട് കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, ബാങ്കിൽ വരുന്ന പബ്ലിക്കായിട്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് വരുന്നുണ്ട്. ക്രെഡിറ്റ് സെക്ടർ ഉണ്ട്, ലോൺ സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ചുകൂടി എന്തായിരിക്കും, നമ്മുടെ ആ ഒരു ഓഫീസിൻ്റെ അകത്ത് വെച്ച് വളരെ എന്താ പറയുക, പ്രോപ്പർ ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. നമ്മുടെ അവിടെ ബാങ്കിലേക്ക് വരുന്നവരുമായിട്ടായിരിക്കും കൂടുതൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ബാങ്കിങ് എക്സാമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു രീതിയിലുള്ള റോൾസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ കേസിൽ ക്ലർക്കും PO എന്ന് പറയുന്ന പോലെ, ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വിളിക്കുന്ന പോസ്റ്റിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് പോസ്റ്റിനൊക്കെ തന്നെ വിളിക്കാറുണ്ട്, ക്ലർക്ക് പോലെ തന്നെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് പോസ്റ്റിനും. ഇത് കൂടാതെ പിന്നെ വിളിക്കുന്ന പോസ്റ്റുകളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ്, നമ്മുടെ PO പോലത്തെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ്. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റ്, ADOയുടെ പോസ്റ്റ്, അതുപോലെ AAOയുടെ പോസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുമ്പം നമുക്ക് രണ്ട് രീതിയിലുള്ളതും വരുന്നുണ്ട്. ഓഫീസേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി എന്തായിരിക്കും, ഓഫീസ് ഓറിയൻറ്റ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സെയിൽസ് റിലേറ്റഡ് ചെയ്യുന്നതും മാർക്കറ്റിംഗ് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ SBI പോലത്തെ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് ആണെങ്കിൽ അവിടെ ഫീൽഡ് വർക്ക് വലുതായിട്ട് വരുന്നില്ല, നമ്മൾ ബാങ്കിൽ നിന്ന് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, രണ്ട് രീതിയിലുള്ള വർക്കും കാണും. നമുക്ക് ഈ പറഞ്ഞ ഓഫീസിലുള്ള വർക്കും കാണും, പക്ഷേ കൂടുതലും ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് പോലത്തെ പോസ്റ്റുകളാണെങ്കിൽ അവിടെ സെയിൽസ് മാർക്കറ്റിംഗ് ഉള്ള കാരണം നമുക്ക് കുറച്ചുകൂടി ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇൻക്ലൂഡിംഗ് പൊസിഷൻസ് ലൈക്ക് AAO, അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ADO. ഈ രണ്ട് പോസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ഉറപ്പായിട്ടും വരും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജോബ് കുറച്ചുകൂടി PO പോലെ തന്നെയാണ്. പക്ഷേ ഡെവലപ്മെൻറ്റ് ഓഫീസർ ആകുമ്പോഴത്തേക്കും അവിടെ കുറച്ചുകൂടി ഫീൽഡ് വർക്ക് വരും. നമുക്ക് അങ്ങനെയുള്ള കുറേ റോൾസ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് എക്സാംസിൻ്റെയും അതുപോലെ തന്നെ ഈ രണ്ട് പോസ്റ്റിനകത്തും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമുക്ക് എക്സാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ SBIയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, SBIയുടെ ഒരു പാറ്റേണൊക്കെ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ബ്രീഫ് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, ആദ്യം നമുക്ക് പ്രിലിമിനറി എക്സാം കാണും. അതിനുശേഷം അതിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻസ് എക്സാം കാണും, നമ്മുടെ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം. അതും കഴിഞ്ഞ് അതിൽ നിന്ന് ക്ലിയർ ആവുന്ന, സെലക്ട് ആവുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ POയുടെ എക്സാം ആണെങ്കിൽ, ക്ലർക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻ്റർവ്യൂ കാണത്തില്ല. ഇനി നമുക്ക് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. നമുക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിക് GK ഉണ്ട്, അതുപോലെ ബാങ്കിങ് അവയർനെസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഓറിയൻറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്, ഫിനാൻഷ്യൽ അഫയേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതലും ചോദിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ബാങ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഫയേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതലും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതേപോലെ ഇൻഷുറൻസ് എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാലും പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേ പ്രിലിമിനറി എക്സാം കാണും,
സെലക്ട് ആവുന്നവർക്ക് എന്ത് കാണും, നമുക്ക് ഈ പറഞ്ഞ മെയിൻസ് എക്സാം കാണും. അതും കഴിഞ്ഞ് സെലക്ട് ആവുന്നവർക്ക് എന്തുണ്ടായിരിക്കും, അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഒരു എക്സ്ട്രാ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ ഒരു ഏരിയ അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻഷുറൻസ് റിലേറ്റഡ് ആയിരിക്കും. ഇൻഷുറൻസ് സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് വേണമായിരിക്കും. പോളിസീസ്, ആ പ്രോഡക്ട്സ്, അതിനെക്കുറിച്ചുള്ള നോളജ്, അതിൻ്റെ റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ SBIയുടെ PO കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ മെയിൻസ് എക്സാം വരുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻ വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എവിടെ വരുന്നില്ല, ഇൻഷുറൻസിൻ്റെ ഈ ഒരു എക്സാംസിൽ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്നൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവിടെ ചോദിക്കുന്ന ഏരിയാസിൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻസ് വരുന്നത് ആ ഒരു 2 ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി വരും, എസ്പെഷ്യലി നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത്. ഇനി അടുത്ത നമ്മൾ ജോബ് പ്രൊഫൈലും കരിയർ പാത്തിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ SBIയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പ്രൊബഷണറി ഓഫീസേഴ്സ്. ഇപ്പോൾ SBIയുടെ പ്രൊബഷണറി ഓഫീസേഴ്സിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ലീഡേഴ്സ് ഓഫ് ബാങ്കിങ് ആണ് അവരെന്ന് പറയുന്നത്, ഫ്യൂച്ചർ ലീഡേഴ്സ് ഓഫ് ബാങ്ക്. അതേപോലെ തന്നെ ഇവിടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യമേ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ മിക്കവാറും അസിസ്റ്റൻറ്റ് മാനേജർ, അതിനുശേഷം പിന്നെ മാനേജർ, അങ്ങനെ വളരെ പെട്ടെന്നായിരിക്കും ഗ്രോത്ത് വരുന്നത്. നമ്മൾ ഗ്രോത്ത് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം പിന്നെ ഫ്യൂച്ചറിൽ കൂടുതൽ ഹയർ മാനേജറൽ പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഓപ്പറേഷണൽ, കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ കസ്റ്റമർ ഇൻട്രാക്ഷൻ, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്, പല ആക്ടിവിറ്റീസ് ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. ആൻഡ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഗ്രോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി പേ സ്കെയിൽ ഗ്രോ ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആ ഒരു ജോബ് പ്രൊഫൈലും ഗ്രോ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റൻറ്റ് മാനേജർ, അതിനുശേഷം ഡെപ്യൂട്ടി മാനേജർ, പിന്നെ ഫ്യൂച്ചറിൽ ജനറൽ മാനേജർ, ഇങ്ങനെയുള്ള വളരെ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് പോകുന്നത് വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഗ്രോത്ത് വരുന്നത്. സോ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ ഇൻഷുറൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മെയിൻ പോസ്റ്റാണ് വരുന്നത്. ഒന്ന് AAO, മറ്റേത് ADO. ഈ 2 പോസ്റ്റുകൾ. ഇതിൽ ഓൾറെഡി AO എന്ന് പറയുന്ന പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നമ്മൾ പറഞ്ഞു, PO പോലത്തെ തന്നെ ഒരു പോസ്റ്റാണ്. അവിടെ കൂടുതലും ഓഫീസ് വർക്ക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി വരുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ കസ്റ്റമർ സർവീസും പോളിസി മാനേജ്മെൻറ്റും ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇൻഷുറൻസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആണെങ്കിൽ കുറച്ചുകൂടി ആളുടെ ജോബ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ സെയിൽസും മാർക്കറ്റിംഗും ആയിരിക്കും കുറച്ചുകൂടി, എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫീൽഡിലേക്ക് ഇറങ്ങി ചെയ്യേണ്ട ഒരു ജോബായിരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബാങ്കിങ് സെക്ടർ പോലെ അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് അല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, അങ്ങനെയുള്ള ടോപ്പ് മാനേജറൽ പോസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കേസിൽ വരുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ കേസിൽ അതിൻ്റെ സീനിയർ പോസ്റ്റുകളുണ്ട്, ആ പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സീനിയർ പോസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് വർക്ക് കുറഞ്ഞു വരും. നമ്മുടെ താഴെ വേറെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, വേറെ ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അവരായിരിക്കും പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അവരുടെ അടിയിൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബ് വളരെ ഈസിയാണ്. നല്ലൊരു ടീം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസർ പോസ്റ്റ് വളരെ നല്ലൊരു പോസ്റ്റാണ്. ബിക്കോസ് അവിടെ സെയിൽസ് നടക്കുന്നതാണ്. ഇവിടെ സാലറിയിൽ ആ സെയിൽസിൻ്റെ ബോണസ് കൂടി വരുന്നുണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്യുന്ന മുമ്പോട്ട് പോകുമ്പോഴത്തേന് അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടറോട് നമുക്കിവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഫീൽഡ് ഓഫീസർ, ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം എന്നൊരു ഫീൽ തോന്നും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പോളിസി സെയിൽസ് ചെയ്യണം. പക്ഷേ ആൾ പോളിസി സെയിൽസ് ചെയ്യുന്ന ആരെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും, അസിസ്റ്റൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സെയിൽസ് ആ ഒരു പോളിസീസ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ അസിസ്റ്റൻസ് നല്ലൊരു ടീമാണ് നമുക്ക് സെറ്റ് ആവുന്നെങ്കിൽ നമുക്ക് അത്രയും വലിയ വർക്ക് ലോഡ് വരത്തില്ല. നമുക്ക് ഈ പറഞ്ഞ ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇന്നൊരു ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സെയിൽസും കാര്യങ്ങളും വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ടാർഗറ്റ്സും വരും, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ടാർഗറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനും ഈവൻ നല്ലപോലെ ഈ പറഞ്ഞ സെയിൽസ് നടക്കുകയാണെങ്കിൽ നമ്മുടെ സാലറിയിൽ നല്ലൊരു ഹൈക്ക് വരാനും, ബോണസ് കാരണം സാലറിയിൽ യൂഷ്വൽ സാലറി കൂടാതെ ഒരു ഹൈക്ക് വരാനും ഒക്കെ തന്നെ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു ഇൻഷുറൻസിൻ്റെ എസ്പെഷ്യലി ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ കേസിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്തത് നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റ്. നമ്മളെ വർക്ക് എൻവയോൺമെൻറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ SBI ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ കൂടുതലും നമ്മൾ ബാങ്കിൻ്റെ ഉള്ളിൽ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്ലർക്കായാലും ശരി, PO ആയാലും ശരി. ഇപ്പോൾ SBI PO വെച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ ഉള്ളിൽ ഇരുന്നായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തോ, ആദ്യം നമ്മളെ മീറ്റ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം നമ്മൾ ഡീൽ ചെയ്താൽ മതി. നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ബ്രാഞ്ചുകളിലും അതുപോലെ ഹെഡ് ഓഫീസുകളിലായിരിക്കും നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നമ്മളവിടെ കസ്റ്റമറുമായിട്ട് കസ്റ്റമറിനെ ഫേസ് ചെയ്ത് ആ റൂൾസ് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ ബാക്ക് ഓഫീസ് ടാസ്ക് വേണം നമുക്ക് ആ വർക്കുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അറ്റ് എ ടൈം നമ്മൾ ഈ പറഞ്ഞ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീക്വൻറ്റ് ക്ലയൻറ്റ് ഇൻട്രാക്ഷൻസ് അവിടെ ഈ പറയുന്ന പോലെ ഓഫീസിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ
നമ്മുടെ എന്താ പറയുക വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. അതേപോലെ നമ്മൾ റോൾസ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കും. നമ്മുടെ ഹയറാർക്കി നമ്മുടെ ഗ്രോത്ത് ആയാലും കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. എല്ലാം പ്രോപ്പർലി ആയിരിക്കും നമുക്കവിടെ വരുന്നത്. എന്നിട്ട് നമുക്കവിടെ ഫീൽഡ് വരുന്നില്ല, ജസ്റ്റ് ഓഫീസിൻ്റെ അകത്തുള്ള വർക്കാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഒരു രീതി തന്നെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡെവലപ്മെൻറ്റ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓഫീസിലും വർക്ക് ചെയ്യേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം ഡയറക്റ്റ് സെയിൽസ് ആക്ടിവിറ്റീസിലും റോൾസിലും ഇൻവോൾവ് ആവേണ്ടി വരും. അപ്പോൾ അവിടെ ക്ലയൻസിനെ മീറ്റ് ചെയ്ത് ആ പോളിസീസ് സെല് ചെയ്യണം. നിങ്ങൾക്കറിയാം അപ്പോൾ കുറേ ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് ക്ലയൻസ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ക്ലയൻസ് ഈ ഒരു പോളിസി എടുക്കുന്നത് കുറച്ച് പേർ വലിയ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വർക്ക് വരുന്നില്ല. അവിടെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഇൻട്രാക്ഷൻ ഈ ഒരു കസ്റ്റമേഴ്സുമായിട്ടായിരിക്കും, ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്കിപ്പം നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇൻഷുറൻസിൻ്റെ കേസിൽ നമ്മളായിട്ട് ആ ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് വരുന്നുണ്ട്. സോ കുറച്ചുകൂടി നമുക്കവിടെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിലുള്ള വർക്ക് നമുക്ക് വരും. ലൈക്ക് ഡോക്യുമെൻ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രോസസ്സ്, അതുപോലെ ഈ എന്താ പറയുക ഈ പോളിസിയുടെ ക്ലെയിംസ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ദർ മേ ബി മോർ സെയിൽസ് റിലേറ്റഡ് പ്രഷർ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിൽസ് റിലേറ്റഡ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് സെയിൽസ് വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെങ്കിൽ അവിടെ പ്രോപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ആയിരിക്കും വരുന്നത്. അവിടെ റോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഓഫീസ് ഓറിയൻറ്റഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റോൾസ് ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ സാലറിയും പേർക്സും. നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു ജോബിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ സാലറിയിലേക്ക് വരുമ്പം നമ്മൾ എസ് ബി ഐയുടെ ഓൾറെഡി നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എസ് ബി ഐയുടെ സാലറി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എസ് ബി ഐയുടെ പിയുടെ സാലറിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് പേ എന്ന് പറയുന്നത് 56,480 ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്, വേറെ ഒരു അലവൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ഡിയറൻസ് അലവൻസ്, HR അങ്ങനെയുള്ള കുറേ അലവൻസുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ കുറേ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഇൻഷുറൻസ്, അതുപോലെ പെൻഷൻ ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള വേറെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ചെറിയ സാലറി സ്ലിപ്പ് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ എസ് ബി ഐയുടെ പിയുടെ സാലറി സ്ലിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബേസിക് പേ കൊടുത്തേക്കുന്നത് എത്രയാണ്, 56,480 ആണ് ബേസിക് പേ കൊടുത്തേക്കുന്നത്. ഇത് കൂടാതെ ഡിയറൻസ് അലവൻസ് കൊടുത്തിട്ടുണ്ട്, HRA കൊടുത്തിട്ടുണ്ട്, ഹൗസ് റെൻറ്റ് അലവൻസ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് അലവൻസ്, ലൊക്കേഷൻ അലവൻസ്, ലേണിംഗ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ്. അപ്പോൾ സ്പെഷ്യൽ അലവൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓൾമോസ്റ്റ് 15,000 ആണ് സ്പെഷ്യൽ അലവൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിയറൻസ് അലവൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള എമൗണ്ട്സ് കുറച്ചുകൂടി ചെറിയ ചെറിയ എമൗണ്ട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത്, 91,950 റുപ്പീസ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഹ്യൂജ് ഒരു എമൗണ്ട് ആണല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് സംഭവിക്കും, കുറച്ച് എമൗണ്ട് നമ്മുടെ ഈ പറഞ്ഞ NPS വേണ്ടി പോകും, നാഷണൽ പെൻഷൻ സ്കീമിന് വേണ്ടി പോകും. പിന്നെ കുറച്ച് പൈസ നമ്മുടെ PF കോൺട്രിബ്യൂഷന് വേണ്ടി പോകും. പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചെറിയ ചെറിയ എമൗണ്ട് 200, 300 അങ്ങനെയൊക്കെയുള്ള എമൗണ്ട്സ് പോകും. ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ അസോസിയേഷൻ, അങ്ങനെ യൂണിയൻ അസോസിയേഷൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ അങ്ങനെയൊക്കെ കുറച്ച് എമൗണ്ട്സ് നമുക്ക് അവിടെ പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കൈ വരുന്ന സാലറി ഏകദേശം നോക്കുകയാണെങ്കിൽ 76,223 ആണ് നമ്മുടെ കൈ വരുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റീസ് മാറുന്നതിനനുസരിച്ച് ഇതിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. സോ ഒരു ഓൾമോസ്റ്റ് 76 to 84, 85,000 ആ റേഞ്ചിലാണ് നമുക്ക് നമ്മുടെ കൈ വരുന്ന സാലറി എന്ന് പറയുന്നത്. ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് നമുക്ക് ടേക്ക് ഹോം സാലറി പേ എന്നൊക്കെ പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും നമ്മുടെ പേ വരുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് ഇൻഷുറൻസിലേക്ക് വരുവാണെങ്കിൽ അപ്പോൾ ഒരുപാട് പേരും ഈ പറഞ്ഞ ബാങ്കിങ്ങിൽ നല്ല സാലറി ഉണ്ട്, ഇൻഷുറൻസിൽ അത്രയും സാലറി കാണത്തില്ല, കുറേ കൂടി ജോലി എടുക്കേണ്ടി വരും എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതേ സെയിം ടൈം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു LICയുടെ AO ആണെങ്കിൽ ആളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 53,600 ആണ്. ആൻഡ് ഈ പറഞ്ഞ സാലറി ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 lakh അടുപ്പിച്ച് പോകാം. ഓക്കെ, അപ്പോൾ അത്രത്തോളം സാലറി എവിടെയും വരുന്നുണ്ട്. ഈ ഒരു LICയുടെ AO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനും വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ NACLയുടെ AOയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. 80,000 ആണ് അവിടെ വരുന്ന സാലറി എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൻ്റെയൊക്കെ സാലറി നോക്കിക്കഴിഞ്ഞാൽ ഇതേ SBIയുടെ POയുടെ അതേ സാലറി. ഓക്കെ, നിങ്ങൾക്കറിയാം POയുടെ സാലറി വരുമ്പം
ഏറ്റവും കൂടുതൽ സാലറി വരുന്ന SBIയുടെ POയ്ക്ക്. അപ്പോൾ അവിടെ SBIയുടെ POയ്ക്ക് വരുന്ന അതേ സാലറി എവിടെയും വരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഇൻഷുറൻസ് സെക്ടറിലുള്ള അതേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകൾക്കും വരുന്നുണ്ട് നല്ല നല്ല സാലറി, ഏകദേശം അതേ റേഞ്ചിലും ഈവൻ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രത്തോളം സാലറി ഇവിടെയും നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫീസർ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 50,000 to 60,000 ആവും. പിന്നെ ഇത് കൂടാതെ വിത്ത് ടൈം അതിൽ ഗ്രോത്തും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കുണ്ടാവും. അതും നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റഡി ഓപ്പർച്യൂണിറ്റി മൂവ് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് മുന്നോട്ട് പോകും തോറും നമുക്ക് ബെറ്റർ പോസ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ അഡീഷണൽ ബെനിഫിറ്റ്സ് കാണും. എന്തൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ബോണസ് കാണും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ലൊരു സെയിൽസ് ആണ് നടക്കുന്നെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട്സ് ബോണസ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഈ പറഞ്ഞ SBIയുടെ POയുടെ സാലറിയൊക്കെ വെച്ച്. അപ്പോൾ എസ്പെഷ്യലി ഫോർ സെയിൽസ് ബേസ്ഡ് റോൾസ്, അതുപോലെ മെഡിക്കൽ അലവൻസും ഇൻഷുറൻസ് റിലേറ്റഡ് പെർക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അഡീഷണൽ അവിടെ വരുന്നുണ്ട്. സോ ഇൻഷുറൻസിൻ്റെ സാലറി കുറവല്ല. ഇൻഷുറൻസ് സാലറി ഈവൻ നമ്മുടെ ബാങ്കിൻ്റെ ഈ ഒരു PO പോസ്റ്റിനേക്കാളും SBIയുടെ PO പോസ്റ്റിനേക്കാളും കൂടുതൽ സാലറി വരുന്ന പോസ്റ്റുകൾ ഇൻഷുറൻസിലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരുപാട് പേരും ബാങ്കിങ് സെക്ടർ നോക്കുന്ന സമയത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഏരിയ തിരിഞ്ഞു നോക്കാറില്ല. സോ ഇനി തൊട്ട് അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബിക്കോസ് അവിടെയും നല്ല സാലറിയും നല്ല റൂൾസും വരുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്. ബിക്കോസ് ഒരു ജോബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. സാലറി, ജോബ് സ്റ്റെബിലിറ്റി, അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിൻ്റെയും ജോബ് റോൾസ് ഏകദേശം വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. നമുക്ക് ഒരേപോലെയൊക്കെ തന്നെ സാലറി ഒരേപോലെയാണ്. സോ ആ ഒരു സാലറിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഏകദേശം രണ്ട് സ്ഥലത്തും ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ വർക്ക് ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം SBIയുടെ PO എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് സെക്ടറിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഡെഫിനറ്റ്ലി കാണും. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്, ഹെഡ് ഓഫീസിലാണോ അതോ സാധാരണ ബ്രാഞ്ചുകളിലാണോ, നമ്മൾ ഏത് സെക്ഷനിലാണ് ഇരിക്കുന്നത്, ക്രെഡിറ്റ് ഓഫീസറാണോ, ലോൺ സെക്ഷനിലാണോ, അതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷനിലാണോ, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അവിടെ ഡെഫിനറ്റ്ലി ഡിഫറൻസ് വരും. സോ വർക്ക് ലൈഫ് ബാലൻസ് ആക്ച്വലി അവിടെ ഓക്കെ ആണ്. പക്ഷേ ചില സെക്ടേഴ്സിൽ മാത്രം നമുക്ക് അവിടെ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം ടൈം ടു ടൈം ചിലപ്പോൾ ഒരു പീക്ക് ടൈംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എന്തായിരിക്കണം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ബിക്കോസ് നമുക്കവിടെ സെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും ഒരു ക്ലൈൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ക്ലൈൻറ്റിനെ ലേറ്റ് ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മൾ വർക്കിംഗ് അവേഴ്സ് എന്തായിരിക്കണം, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം അങ്ങനെ വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കേസിൽ അത് അഗെയിൻ സെയിം തന്നെയാണ്. അവിടെ ഒരു സ്ട്രക്ചേർഡ് ഈ പറയുന്ന എന്താ പറയുക ടൈം ഷെഡ്യൂൾസ് ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഡെവലപ്മെൻറ്റ് ഓഫീസറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. സോ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് നമ്മുടെ ആ ഒരു ടീം പോലെ ഇരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഈവൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീം ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഡെവലപ്മെൻറ്റ് ഓഫീസിന് കുറച്ച് സ്ട്രഗിളിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. സോ നമ്മുടെ ഈ ഒരു വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് എക്സാംസ് അടുത്ത വർഷത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. SBI ഇതുവരെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ് ആയാലും ഈ പറഞ്ഞ മേ ബി നമുക്ക് ഈ ഒരു നിങ്ങൾ കാണുന്ന സമയത്ത് SBIയുടെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് കൂടാതെ നമ്മുടെ ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു. പക്ഷേ അടുത്ത വർഷം ഇത് ഒരുപാട് കൂടുതൽ വിളിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയും ഇതിൻ്റെ കൂടെ തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് മേ ബി കോമ്പറ്റീഷൻ കുറച്ചുകൂടി കുറവായിരിക്കാം എന്ന് നമുക്ക് പറയാം. ബിക്കോസ് നിങ്ങൾക്കറിയാം ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവരും എങ്ങോട്ട് പോകാറില്ല, ഇൻഷുറൻസ് സെക്ടറിലേക്ക് പോകാറില്ല. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷേ സാലറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ബാങ്കിനേക്കാളും ബാങ്കിൻ്റെ അത്ര തന്നെ നമുക്കുണ്ട്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു എക്സാംസിന് വേണ്ടി. അടുത്ത വർഷം ഇനി നിങ്ങൾക്കറിയാം അടുത്ത വർഷം തൊട്ട് നമ്മുടെ ഈ ഒരു എക്സാംസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ആവും 2025. ഒരുപാട് നല്ല നല്ല എക്സാംസ്, ഒരുപാട് വേക്കൻസീസ്, ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും ആണ് വെയിറ്റ് ചെയ്യുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ബാങ്ക് എക്സാംസിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അടുത്ത വർഷം നടക്കാൻ പോകുന്ന ബാങ്ക് എക്സാംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഏതൊക്കെ എക്സാംസ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന December 13 8 PM ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷം വരായിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ്, ഒരു വർഷം ഏതൊക്കെ എക്സാംസ് വിളിക്കാറുണ്ട്, അത് ഏകദേശം ഏത് സമയത്താണ് വിളിക്കുന്നത്, വേക്കൻസീസ് ഏകദേശം എത്രയൊക്കെ കാണാറുണ്ട്, അതുപോലെ എന്താ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്താ ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ സിലബസും പാറ്റേൺസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഈ വരുന്ന December 13 8 PM ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ എക്സാംസിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് അടുത്ത വർഷത്തെ ഈ വരുന്ന എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇതെല്ലാം മൈൻഡിൽ വെച്ചോണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങളോട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.